ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൾസർ 220. അത് ഞാനിപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുത്താണ് വണ്ടി. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തായിരുന്നു. കുറച്ച് അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. എല്ലാം നമ്മൾ സെൽഫായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടും. പിന്നെ ഇതേപോലെ കുറേ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഞാനും കണ്ടിട്ടുണ്ട്, യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം ഇത് എനിക്ക് ഷെയർ ചെയ്യണം. സ്വന്തമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് എല്ലാ വർക്കുകളും ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്നും പഠിച്ചിട്ടല്ല, നമ്മളുടെ ഒരു അറിവ് ചെറിയ ചെറിയ അറിവ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഹാൻഡിൽ സെറ്റ് ചെയ്യാനുള്ള ഹോൾഡറും പിന്നെ ഹാൻഡിലും എല്ലാം നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ പേപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കളയുവാണ്. എന്നിട്ട് വേണം നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് പോയി മേടിക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. കാരണം പൊളിക്കുന്ന സ്ഥലത്ത് പോയി അത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം. പിന്നെയാണ് വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചധികം അഴുക്കും കാര്യങ്ങളും ഉണ്ട് ഇതിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുക്കുവാണ്. നമുക്ക് ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഹാൻഡിലാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഈ ഹാൻഡിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് എടുക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്. ഇപ്പോൾ എനിക്ക് ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് എഫ്സിയുടെ ഹാൻഡിൽ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഹാൻഡിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബെൻഡും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഇത്തിരി പണിയുണ്ട്. മറ്റേത് പുതിയതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയാതെ അതിൽ ഫിറ്റ് ചെയ്യാം. സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ ഒന്ന് പേപ്പറൊക്കെ പിടിച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ട് വേണം നമുക്ക് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ടിൻ സ്പ്രേ മേടിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക്. അപ്പോൾ അതും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഹാൻഡ് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ പുതിയത് എടുക്കുന്നവർ ഈ പെയിൻറ്റും കാര്യങ്ങളൊന്നും കയ്യിലില്ലെങ്കിൽ പുതിയത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാം കൂടെ ചിലവ് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗെയ്സ് നമ്മളിത് ലെയ്ത്തിക്ക് കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ ഹോള് കാര്യങ്ങളൊക്കെ ഇട്ടത്. അപ്പോൾ ഇത് അവിടുത്തെ ലെയ്ത്തിൽ തന്നെ ചെന്ന് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട. കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും മാറിക്കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ട് വരും. ഹാൻഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് മറിച്ച് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ 2 പോയിൻ്റ് ഉണ്ടാവും റൗണ്ടിൽ.
അതിൽ തന്നെ ഹോൾ ഇട്ടാൽ മതി. അപ്പോൾ വലിയ വ്യത്യാസം വരില്ല. അപ്പോൾ എല്ലാവരും ലെയ്ത്തിൽ തന്നെ പോകാൻ ശ്രമിക്കുക. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ലെയ്ത്തിൽ പോയി, അല്ലെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ അതൊരു പോരായ്മ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.